വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ ഇവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ദുൽമ് അല്ലെങ്കിൽ അക്രമം എന്ന് പറയുന്ന ഏറ്റവും കടുത്ത ഒരു അനീതിയും സ്വാർത്ഥത എന്ന് പറഞ്ഞ ദുശ്ശീലവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തിലാണ് നമ്മെ ഈ രണ്ട് ദുസ്വഭാവങ്ങളെ സംബന്ധിച്ച് പഠിപ്പിച്ചു തന്നത്. അവിടുന്ന് പറഞ്ഞ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ കഴിയും. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, മുത്തനബി തങ്ങൾ പറയുകയാണ്, ഇയ്യാകും വദ്ദുൽമ, നിങ്ങളാരും അക്രമം ചെയ്യരുത്, നിങ്ങളാരും അക്രമികളാവരുത്. ഫഇന്നഹു ദുലുമാതുൻ യൗമൽ ഖിയാമ, കാരണം പരലോകത്തേക്ക് എത്തിയാൽ അക്രമങ്ങൾ ഇരുട്ടുകളാണ്, വെളിച്ചമല്ല. പരലോകത്ത് വെളിച്ചമാണ് നമുക്ക് ആവശ്യം. മരണാനന്തര ജീവിതത്തിൽ ഭൂമിയിൽ ചെയ്ത സർവമാന ദുൽമുകളും ഇരുട്ടുകളായ ഒരു മനുഷ്യനെ പിടികൂടുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇയ്യാകും വശ്ശുഹ്, നിങ്ങളാരും സ്വാർത്ഥന്മാരായി പോകരുത്. ശുഹ് എന്ന അറബിയിൽ പറയുന്നത് ബുഖ്ൽ എന്ന വാക്കിനോട് സമാനമായ ആശയമാണ്. ബഖീൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഉറുദുവിലൊക്കെ കഞ്ചൂസ് എന്ന് പറയും, ഇംഗ്ലീഷുകാരൻ മൈസർ എന്ന് പറയും, സെൽഫിഷ് എന്ന് പറയും. ബുഖ്ൽ എന്ന് പറഞ്ഞാൽ നൽകേണ്ടിടത്ത് കൊടുക്കില്ല, കൊടുക്കേണ്ട സംഗതിക്കൊന്നും ചെലവഴിക്കേണ്ടിടത്തൊന്നും ചെലവഴിക്കില്ല, കൃഷിക്ക് വെക്കും. ശുഹ് എന്ന് പറഞ്ഞാൽ കൊടുക്കില്ല എന്ന് മാത്രമല്ല, ബാക്കിയുള്ള ആളുകളുടേത് എനിക്ക് ഇങ്ങോട്ട് കിട്ടണം എന്ന തോന്നലും. അതിനാണ് ഇയ്യാകും വശ്ശുഹ്, നിങ്ങൾ ഒരിക്കലും സ്വാർത്ഥന്മാരായ പിശുക്കന്മാരായി പോകരുതേ. ഫഇന്നഹു അഹ്ലക മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികളെ നശിപ്പിച്ചത് ഈ സ്വഭാവമാണ്. ഇങ്ങോട്ട് കിട്ടണം, എന്റേത് ഞാൻ ആർക്കും കൊടുക്കൂല, ജനങ്ങളുടേതൊക്കെ എന്റെ കയ്യിലേക്ക് വരണം, തനിക്ക് അർഹതയില്ലാത്തത് കൊതിച്ചു പോകുന്നത്. ഹമലഹും അലാ അൻ സഫകൂ ദിമാഅഹും, ആ സ്വാർത്ഥത വന്നപ്പോഴാണ് മുൻ സമുദായങ്ങൾ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കിയത്. വസ്തഹല്ലൂ മഹാരിമഹും, അല്ലാഹു പവിത്രമാക്കിയതിനെ അവമതിക്കുകയും അപമാനിക്കുകയും ചെയ്തത് അവരിൽ സ്വാർത്ഥത വന്നപ്പോഴാണ്. അതുകൊണ്ട് അക്രമം പരലോകത്ത് ഇരുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഇയ്യാകും, അടുത്തു പോവല്ലേ, അക്രമം ചെയ്യല്ലേ. പിശുക്കും സ്വാർത്ഥതയും നിങ്ങളുടെ മുൻഗാമികളെ നശിപ്പിച്ചവയാണ്. അങ്ങനെയാണ് രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടായത്. നിങ്ങൾ സ്വാർത്ഥന്മാരായി പോവല്ലേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ഉപദേശിച്ചിരിക്കുകയാണ്. ഈ ഒരു ഹദീസിന്റെ അതിന്റെ വിശദീകരണമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെടുന്ന സ്വഭാവ ഗുണങ്ങൾ അള്ളാഹു നമ്മിൽ കാണിച്ചു തരുമാവർ. അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളുടെ സ്വഭാവങ്ങൾ അള്ളാഹു നമ്മളിൽ കാണിച്ചു തരട്ടെ. അവനിഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന്, സ്വഭാവങ്ങളിൽ നിന്ന്, പെരുമാറ്റങ്ങളിൽ നിന്ന് അള്ളാഹു എടുത്ത് ഇല്ലാതെയാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അക്രമങ്ങൾ പലവിധമാണ്. ദുൽമെന്ന് പറയുമ്പോ ലോകത്തെ ഏറ്റവും വലിയ അക്രമം ആർക്കാണോ സുജൂദ് ചെയ്യേണ്ടത്, ആരെയാണോ വന്ദിക്കേണ്ടത്, ആർക്കാണോ ഇബാദത്ത് ചെയ്യേണ്ടത്, ആ അള്ളാഹുവിനെ മറന്ന് മറ്റിതര ദൈവങ്ങളെ ആരാധിക്കുകയോ പൂജിക്കുകയോ ചെയ്യുന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ അതിക്രമം. സ്രഷ്ടാവായ അള്ളാഹുവിനെ, തനിക്ക് ജന്മം നൽകുകയും തന്നെ പോറ്റി പരിപാലിക്കുകയും ചെയ്ത സ്വന്തം പിതാവിനെ നോക്കി നിങ്ങളല്ല എന്റെ പിതാവ് എന്ന് പറയുന്നതിനേക്കാളും ഗൗരവമാണ് സ്രഷ്ടാവായ അള്ളാഹുവിന്റെ മുമ്പിൽ തലകുനിക്കേണ്ടതിന് പകരം മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നു. അതുകൊണ്ടാണ് ബഹുദൈവ ആരാധന ഏറ്റവും കടുത്ത അക്രമമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ കാരണം. നമുക്കറിയാവുന്ന വിഷയമാണ്, വളരെ വ്യക്തതയുള്ള കാര്യവുമാണത്. അതുകൊണ്ട് കുറച്ചുകൂടെ ഗൗരവമേറിയ സങ്കീർണമായ ചർച്ചകളിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. മനുഷ്യരെ ആക്രമിക്കുന്നത് പല വിധേനയാവാം. ഒന്ന്, നിബിതങ്ങൾ പറഞ്ഞൊരു ഹദീസിന്റെ ഗൗരവം, മസലുൽ ഗനിയ്യി ദുൽമുൻ വഇദാ ഉഹിൽത അലാ മലീഇൻ ഫത്ബഉഹു വലാ തബിഅ ബൈഅതൈൻ ഫീ ബൈഅഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മസലുൽ ഗനിയ്യി ദുൽമുൻ,
കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ കഴിവുള്ളവരാണ്. കടം വാങ്ങിയ സംഖ്യ തിരിച്ചു കൊടുക്കാൻ സമയമായിരിക്കെ കൊടുക്കാൻ കഴിയുന്ന ഒരാൾ കൊടുക്കാതിരിക്കുന്നത് ദുൽമാണ്, അക്രമമാണ് എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്കുമായുള്ള ഇടപാടുകളും പലിശ ഇടപാടുകളും നമുക്ക് പാടില്ലാത്തവയാണെന്നറിയാം. പക്ഷെ ഒരു മനുഷ്യൻ കുടുങ്ങിപ്പോയി, പ്രയാസത്തിലായിപ്പോയി, വിവരമില്ലാത്തൊരു സമയത്തോ അല്ലെങ്കിൽ നിർബന്ധിതമായ ഒരു സാഹചര്യത്തിലോ, അല്ലാഹുവിനും ആർക്കും അറിയുള്ളൂ എന്താണ് നിർബന്ധിതാവസ്ഥ, നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്ത സംഗതിയാണ്. അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന്, ഒരു സ്ഥാപനത്തിൽ നിന്ന്, ഒരു ഫൈനാൻഷ്യൽ സ്ഥാപനത്തിൽ നിന്ന് കടമെടുത്ത പൈസ, നമ്മൾ പറയുന്നത് ബാങ്ക് അല്ലേ, തിരിച്ചു കൊടുക്കേണ്ടത് ബാധ്യത തന്നെയാണ്. ഗൾഫിൽ നിന്നൊക്കെ ക്രെഡിറ്റ് കാർഡൊക്കെ വലിച്ചിട്ട് മുങ്ങുന്ന ആൾക്കാരുണ്ട്. പേഴ്സണൽ ലോൺ എടുത്ത് നാട്ടിലേക്ക് ഒറ്റ മുങ്ങലാണ്, ഇനി ഞാൻ ദുബൈക്ക് പോകില്ല എന്നുള്ള ഉറപ്പില്ല. അതൊക്കെ ദുൽമാണ്. ബാങ്കുകളാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും അതൊക്കെ വ്യക്തികളാൽ നടത്തപ്പെടുന്നവയാണ്. ഒരാളിൽ നിന്ന് വാങ്ങിയ കടം തിരിച്ചു കൊടുക്കേണ്ടതാണ്. സമയമായാൽ തിരിച്ചു കൊടുക്കണം. ആവില്ലെങ്കിൽ അവരോട് പറയണം, കാര്യകാരണങ്ങൾ ബോധിപ്പിക്കണം, ഒന്നുകൂടെ അവധി നീട്ടി വാങ്ങിക്കണം. ഇന്നങ്ങനെയല്ല, കടം വാങ്ങിച്ചു പോവാ, ഫോൺ നമ്പറൊക്കെ ഡിലീറ്റ് ചെയ്യുക, ഫോൺ നമ്പറൊക്കെ മാറ്റുക, സിം കാർഡ് അങ്ങ് മാറ്റിക്കളയാ. കുറെ കൂടെ ചോദിച്ചിടോ, നീ അന്ന് 2 ലക്ഷം വാങ്ങിപ്പോയില്ല, 5 കൊല്ലായില്ലേ, എന്റെ മോളെ കെട്ടിക്കാൻ സമയമായി, അല്ലെങ്കിൽ എന്റെ മോന്റെ എന്തോ ഒരു കാര്യമുണ്ട്, നീ ആ പൈസ തിരിച്ചു തന്നേക്കെന്ന് ചോദിച്ചാൽ പിന്നെ പിണക്കായി. കൊടുത്താൽ ചോദിച്ചാൽ പിണക്കം. ഒന്നുകൂടെ ചോദിച്ചാൽ വഴിയിലൂടെ നടക്കാൻ വിടില്ല, പിന്നെ വധഭീഷണിയായി. എന്തിനു? ഉപകാരം ചെയ്ത മനുഷ്യനോട്. ഇങ്ങനെ ദുൽമ നടക്കുന്ന കാലമാണ്. അതുകൊണ്ടാ മുത്തനബി തങ്ങൾ പറയുന്നത്, കടം വാങ്ങിക്കുന്നത് ഗൗരവമാണ്. ദൈൻ എന്ന് കടം എന്ന് പറയുന്നത് ഹമ്മും ബില്ലൈൽ ദുല്ലും ബിന്നഹാർ. രാത്രി അത് ടെൻഷനാണ്, പകലിൽ അത് നിന്ദതയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടം തന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്തു കൊടുക്കണം. ഒരുപാട് വ്യക്തികൾ കടം കൊടുത്ത് സഹായിക്കും. പക്ഷെ കടം വാങ്ങിച്ച ആളുകൾ തിരിച്ചു കൊടുക്കാതിരുന്നാൽ അവർക്ക് മറ്റൊരാളെ സഹായിക്കാൻ മനസ്സ് വരില്ല. ഇവനും എന്നെ വഞ്ചിക്കുമോ എന്ന് തോന്നൽ വരും. സമൂഹത്തിൽ ഒരുപാട് നന്മകൾ ഇല്ലാതെയാവും. അതുകൊണ്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, കടം വാങ്ങിച്ച ഒരാളും മറ്റൊരാളെ ദുൽമ ചെയ്യരുത്. മറ്റൊന്ന്, ആരുടെയെങ്കിലും ഭൂമി കൈപ്പറ്റുന്നത്, ആധാരങ്ങൾ കള്ളത്തരത്തിൽ ഉണ്ടാക്കുന്നത്, ചക്കറാത്തിൽ കിടക്കുന്ന വല്യമ്മയുടെ കള്ളവിരൽ മഷിയടയാളപ്പെടുത്തിയിട്ട് മുദ്രക്കടലാസിൽ ഒപ്പിടിച്ചിട്ട് സ്വന്തമാക്കുന്ന ഏർപ്പാടുകൾ. ഈസ്റ്റിലതിലുള്ള ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ ഉണ്ടോ? വല്യമ്മ അറിയില്ല പോലുമില്ല, വല്യമ്മാന്റെ റൂഹ് പോലും അറിയില്ല. ഉറക്കത്തിലൊക്കെ വല്യമ്മാന്റെ വിരലെടുത്തിട്ട് ചാമ്പിച്ച് കൊണ്ടുപോവാൻ, വല്യമ്മ എനിക്ക് തന്നു ആ റോഡ് സൈഡിൽ എത്ര സെന്റ് സ്ഥലം എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഫോർ ചെയ്ത് ഉണ്ടാക്കുകയാണ്, കള്ളത്തരത്തിൽ ഉണ്ടാക്കുകയാണ്. ഇസ്ലാമിനെതിരാ. നബി തങ്ങൾ പറയുമായിരുന്നു, അള്ളാഹുവിന്റെ ഭൂമിയിൽ നിന്നൊരു മണ്ണ്, ഒരു ചാണെങ്കിലും, ഒരു അടിയോ ഒരു ചാണോ ഭൂമിയിൽ നിന്ന് ആരെങ്കിലും അന്യായമായി കൈപ്പറ്റിയാൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ 7 ഭൂമിയിൽ നിന്നവന്റെ കഴുത്തിൽ മാലയായി ആ ഇടം അള്ളാഹു ചാർത്തിക്കൊടുക്കും. ആർക്കാണത് വഹിച്ചു നടക്കാൻ കഴിയുക? മുഅ്മിനെ. 7 ഭൂമിയുടെ 7 തട്ടുകളിൽ നിന്നും എത്രയാണോ അവൻ അന്യായമായി കൈപ്പറ്റിയത്, ആ ഭൂമി അവന്റെ തോളിൽ ഭാരമായി തൂങ്ങി നടക്കും പരലോകത്തെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.